യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ സമയം നിങ്ങളുടെ കാതുകളിൽ സന്ദേശവും എത്തുവാൻ സർവശക്തനായ ദൈവത്തിന്റെ ആ സ്നേഹവും കരുണയുമാണ് കാരണമാക്കിയിരിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ എബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 9-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും ദൈവം മനുഷ്യൻ നിയമിച്ചു വച്ചിരിക്കുന്നു എന്നുള്ള തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലുള്ള പരസ്യമായ ശുശ്രൂഷകൾ പിന്നെയും പിന്നെയും കേൾക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത്. ഇതുപോലുള്ള പരസ്യമായ ശുശ്രൂഷകൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്നല്ല. പലർക്കും ഇതിനെ അംഗീകരിക്കുവാനോ ഇതിലേക്ക് വരുവാനോ കഴിയുന്ന ഒരു സന്ദേശമല്ല സുവിശേഷ സന്ദേശങ്ങളെങ്കിലും ഇതുപോലെ പരസ്യമായ ശുശ്രൂഷകൾ വിളിച്ചറിയിക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത് ഒരു പാപിയെങ്കിലും മാനസാന്തരപ്പെട്ടാൽ സ്വർഗം എത്രയധികമായി സന്തോഷിക്കുന്നു എന്നുള്ള തിരുവചനത്തിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഞങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിൽ ഇതിനെ എതിർക്കുകയും കളിയാക്കുകയും നിന്ദിക്കുകയും ചെയ്ത ആളുകളായിരുന്നു. യേശുക്രിസ്തു ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്ന സംഘടനയിൽ പ്രവർത്തിക്കുകയും അതുകൊണ്ട് തന്നെ വ്യക്തമായി ശുദ്ധമായി ഇതിനെ കളിയാക്കിയിരുന്ന ഒരാളായിരുന്നു ഞാനും. എന്നാൽ എന്റെ ജീവിതത്തിൽ രോഗം കടന്നു വരികയും കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പരിശോധിച്ചപ്പോൾ അത് എയ്ഡ്സ് എന്ന മാരകമായ രോഗമാണ് എന്നും ഈ ലോകത്ത് മരുന്നില്ല എന്നുള്ള ഡോക്ടേഴ്സിന്റെ വാക്കുകൾ ഒരുപാട് നേർച്ചകളും വഴിപാടുകളും ശേഷം ഒന്നിനും വിടിവിക്കാൻ കഴിയാതെ വന്നപ്പോൾ മരണത്തിന്റെ ഭയം അകത്ത് വന്നപ്പോൾ എങ്ങനെയും ഇനി ജീവിക്കുവാൻ ഏതെങ്കിലും മാർഗം ഉണ്ടോ എന്ന അന്വേഷണത്തിന്റെ അവസാനം ചെന്നെത്തിയതാണ് യേശുക്രിസ്തു എന്ന നാമത്തിന്റെ മുന്നിൽ. 2015 18 വർഷങ്ങൾക്ക് ശേഷം എയ്ഡ്സ് എന്ന മാരകമായ രോഗത്തെ സൗഖ്യമാക്കിയ യേശുക്രിസ്തുവിനെ ഒരു രോഗസൗഖ്യദാനപരമായി യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് നിത്യജീവൻ നൽകുവാനെന്ന സത്യമായ സന്ദേശത്തെയാണ് ഞാനിവിടെ വിളിച്ചറിയിക്കുന്നത്. അറപ്പാനും മുടിപ്പാനും കള്ളം വരുമ്പോൾ ഞാൻ വന്നിരിക്കുന്നത് സമൃദ്ധിയായി ജീവൻ നൽകുവാനെന്ന് യേശു പറഞ്ഞ്. എവിടെയാണ് സമൃദ്ധിയായ ഒരു ജീവിതം? ഒരു മനുഷ്യന്റെ ആയുസ് ഏറിയാൽ 70 അല്ലെങ്കിൽ 80 വർഷക്കാലമാണ് നമുക്ക് ദൈവം നിയമിച്ചു വെച്ചിരിക്കുന്നത്. അതിലധികമായാൽ കഷ്ടമാണ് എന്നാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വാർത്തകൾ. എന്നാൽ 70-80 വർഷക്കാലം ഈ ഭൂമി ജീവിച്ച് തീർക്കുന്ന നല്ല സമൃദ്ധിയായ ജീവിതം, ദൈവത്തോട് കൂടെ നിത്യമായ രണ്ടാം ജീവിതവും ദൈവമില്ലാത്ത നിത്യമായ രണ്ടാം മരണം മനുഷ്യനെ കാത്തു നിൽക്കുന്നതിനാൽ ആ രണ്ടാം മരണത്തിലേക്ക് ഒരു മനുഷ്യൻ പോലും ചെന്നെത്തൽ എന്നുള്ള ദൈവികമായ ആഗ്രഹമാണ് ഇതുപോലെ പരസ്യമായ ശുശ്രൂഷകൾ കേൾക്കുവാൻ പിന്നെയും പിന്നെയും നിങ്ങളെ ആയുസ്സോടെ ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവം നിർത്തുവാൻ കാരണമാക്കിയിരിക്കുന്നത്. അപ്പൊ നിത്യമായ ഒരു ജീവനിലേക്ക് നാം കടന്നു പോകണമെന്നുണ്ടെങ്കിൽ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണം. മനുഷ്യൻ പാപിയാണ് എന്നുള്ളത് എല്ലാ മനുഷ്യനും അറിയാം. ജന്മം കൊണ്ട് കർമ്മം കൊണ്ട് പാപിയായി ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കുമ്പോൾ പാപത്തിന് പരിഹാരം കാണുവാൻ വേണ്ടി ഏറ്റവും അധികമായി പണം മുടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ആശുപത്രിയിലോ ഏതെങ്കിലും അനാഥാലയങ്ങളിൽ ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ താൻ ഇതുമൂലമായി ചെയ്തിരുന്ന സകല പാപത്തെയും മാറ്റുവാൻ കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ പാപത്തെ മാറ്റണമെന്നുണ്ടെങ്കിൽ, പാപ സ്വഭാവത്തെ മാറ്റണമെന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ നാം പങ്കാളിത്തം വഹിക്കണം. അവന്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന പുണ്യ രക്തമായിരിക്കുന്നതിനാൽ ആ രക്തത്തിൽ കഴുകപ്പെടാത്ത ഒരു മനുഷ്യന് പാപത്തെ മാറ്റാൻ കഴിയുന്നതല്ല എന്നുള്ള സത്യമാണ് ഞാനിവിടെ നിന്ന് വിളിച്ചറിയിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ ജീവിത ഒരു കാലഘട്ടത്തിൽ പാപത്തിന്റെ വടുക്കിലൊരു ജീവിതമായിരുന്നു. മദ്യത്തിലും മയക്കുമരുന്നിലും മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ കുടിക്കുന്ന മദ്യത്തിനകത്തും ഞങ്ങൾ വലിച്ചു തള്ളുന്ന കഞ്ചാവിനകത്താകാനുള്ള സന്തോഷം എന്ന് കണ്ടുകൊണ്ട് ഓടിയൊരു ജീവിതമായിരുന്നു. പോലീസുകാർക്ക് എസ്ഐസുകാർക്കും സ്വന്തക്കാർക്ക് നാട്ടുകാർക്ക് തലവേദനയെ മാറി ജീവിതമായിരുന്നു ഞങ്ങളുടെയൊക്കെ. ഞങ്ങളെ വിടിവിക്കാൻ ഒന്നിനും കഴിയാതെ വന്നപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങുന്ന സുവിശേഷമാണ്, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയ സുവിശേഷമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വഴിയോരങ്ങളിലും തെരുവോരങ്ങളിൽ നിന്ന് വിളിച്ചു പറയുന്നത് മറ്റൊരുത്തരും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് ഞങ്ങൾ ഉയർത്തുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമാണ്. ഈ നാമത്തിന്റെ മുന്നിൽ എല്ലാ മുഴങ്കാലും അടങ്ങും, എല്ലാ നാമം പാടുവരിക്കൽ യേശുക്രിസ്തു കർത്താവ് എന്ന്. അപ്പം നാം പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഈ പാപം കടന്നു വരുവാൻ കാരണം
ആദ്യ മനുഷ്യനായ ആദാം അനുസരണക്കേട് കാണിച്ച നിമിത്തമായിരുന്നു. ആദാം എന്ന മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമായിരുന്നു. ദൈവത്തെക്കാൾ അല്പം താഴ്ത്തി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ അനുസരണക്കേട് കാണിച്ച നിമിത്തം ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും അകന്നുപോയ മനുഷ്യനെ പിന്നെയും ചേർക്കുവാൻ ആദമേ നീ എവിടെയെന്ന് ചോദിച്ചപ്പോൾ മറിഞ്ഞിരിക്കുന്ന മനുഷ്യൻ ഇന്നും സഹോദര നീ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഈ സന്ദേശം നിന്നെ തേടി വന്നാണെന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് മറിഞ്ഞു നിന്നുകൊണ്ട് ഇതിനെ വീക്ഷിക്കുമ്പോൾ നാം തിരിച്ചറിയണം നമ്മോടുള്ള സന്ദേശമാണ്, ജീവനിലേക്കുള്ള സന്ദേശമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചുകൊണ്ട് നിത്യമായൊരു ജീവനിലേക്ക് കടന്നു വരണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ആഹ്വാനം ചെയ്യുവാനുള്ളത്. മറിഞ്ഞിരിക്കുന്ന മനുഷ്യനെ തേടി വന്ന കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പേ ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വരികയും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവരുടെ കിട്ടുന്ന അവരുടെ കൂടെ അവൻ എന്നോട് കൂടെ അത്താഴം ദൈവത്തിന്റെ സ്നേഹമാണ് നിങ്ങളുടെ കാതുകളിൽ നിങ്ങളുടെ ഭവനങ്ങളുടെ വാതിൽക്കൽ നിന്നുകൊണ്ട് ഈ സന്ദേശം അറിയിക്കുവാനും നിങ്ങൾ കേൾക്കുവാനും കാരണമാക്കിയിരിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സകല ലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്താണ് പ്രയോജനമെന്ന്. ഇന്ന് മനുഷ്യന്റെ ആത്മാവിന് വില അറിയാതെ കൊണ്ട് പലതിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും കേവലമായ ഈ കാലഘട്ടം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, കേവലമായ ദിനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യ ഈ നിമിഷം നിങ്ങളുടെ ആയുസ് നഷ്ടപ്പെട്ടു പോയാൽ ഇനിയുള്ള വാസം എവിടെയാണ് എന്നത് ഏതെങ്കിലും നിമിഷം ചിന്തിച്ചിട്ടുണ്ടോ? മരണം എന്നത് ലാഭമെന്ന് പറഞ്ഞുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടെന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വിശുദ്ധ വേദപുസ്തകം ഞാൻ വായിച്ച ആദ്യ വേദഭാഗം, ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും ദൈവം മനുഷ്യൻ നിയമിച്ചു വെച്ചിരിക്കുന്നതിനാൽ എല്ലാ മനുഷ്യനും ഒരിക്കൽ ന്യായവിധിയുടെ മുന്നിൽ, ന്യായാസനത്തിന് മുന്നിൽ വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അന്ന് യേശു ക്രിസ്തുവില്ലാത്ത സകല മനുഷ്യനും യേശുവിനെ അംഗീകരിക്കാത്ത സകല വ്യക്തികളും രണ്ടാം മരണമായ തീപ്പൊയ്യില ചെന്നെത്താൻ പോകുന്നത്. അതുകൊണ്ടാണ് ജീവന്റെ പുസ്തകത്തിൽ പേരിൽ കാണുന്ന ഏവനെയും തീപ്പൊയ്കി തള്ളിയിടപ്പെടുന്നു വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ഈ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് ജീവന്റെ പുസ്തകത്തിൽ പേരുതി കാണുവാൻ തക്കവണ്ണം, നിങ്ങളുടെ ജീവിതത്തെ എത്തിക്കുവാൻ തക്കവണ്ണം നമുക്ക് വേണ്ടി സൗജന്യമായ ഒരു രക്ഷ ദൈവം തന്നിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ച്, ആ സ്നേഹമാണ് 2000 വർഷങ്ങൾക്ക് മുമ്പേ നമുക്ക് വേണ്ടി നമ്മുടെ ശാപത്തിന് പാപത്തിന് മരണത്തിന് വേണ്ടി കാൽവരിയിൽ യാഗമാകുകയും കല്ലറയെ ബന്ധിച്ചുകൊണ്ട് 3-ാം നാൾ പുറത്തു വന്ന് ഞാൻ വീണ്ടും മടങ്ങി വരുന്നു പറഞ്ഞു പോയിരിക്കുന്ന യേശു ക്രിസ്തുവിനെ വരവടുത്തിരിക്കുന്ന യാസന വേളയിൽ ഈ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് പാപിയായ ഒരു മനുഷ്യനാണെന്ന് തോന്നിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാപം എത്ര കടിച്ചു വെപ്പാണെങ്കിലും അതിനെ ഹിമം പോലെ വിളിപ്പിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. പാപത്തെ വെറുത്തുകൊണ്ട് പാപിയെ സ്നേഹിക്കുന്ന ഒരു നല്ല യേശുവുണ്ട്. ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം, ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം. ഇനി ഒരു പക്ഷെങ്കിൽ അടുത്ത നിമിഷം നമ്മളെയാണ് എന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയുന്നില്ല. മരണ നിശ്ചയമാണ്, ഉറപ്പാണ്. മരണത്തെ മാറ്റുവാൻ പല കണ്ടുപിടുത്തങ്ങൾ നടത്തിയെങ്കിലും മരണത്തെ മാറ്റുവാനോ അതിൽ നിന്ന് ജയിക്കുവാനോ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല. എന്നാൽ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ ചെയ്യുവാൻ കഴിയുന്ന ദൈവത്തിന്റെ സന്ദേശമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മടങ്ങി വരുവാൻ കഴിയുന്ന ഈ സമയം നാം നഷ്ടപ്പെടുത്തി കളയാതെ ഈ സന്ദേശത്തെ ഏറ്റെടുത്തുകൊണ്ട് നിത്യരക്ഷകനുമായി നിത്യരക്ഷകനോടുകൂടി വാസത്തിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് എന്നെ ഇതുവരെയുമായി ശ്രദ്ധിച്ച എല്ലാവരുടെ നന്ദിയും സ്നേഹത്തെ ഞാൻ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.